നമസ്കാരം. ഇന്ന് മട്ടൻ പൊങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു തട്ടടിയുണ്ട്. തട്ടടിയല്ല, ചെറിയ ചായച്ച, പഴയകാല ചായപ്പൊടിയാണ് കേട്ടോ. ശേഷം കുഴിക്കൽ കല്ലിക്കണ്ടി മടപ്പുര, നമ്മളൊരു പാട്ടിക്കൊടി ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. ഒരു സ്റ്റോപ്പ്, ബസ്സൊന്നും ഇല്ല. പിന്നെ എന്തുണ്ട്, ഞാൻ പഴയകാല തട്ടുകട നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ. പഴയകാല കച്ചവടപ്പൊടിയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മതിയാക്കിയാ ഓ ഇന്ന് വെള്ളിയാഴ്ചല്ലേ, അതുകൊണ്ട് മതിയാക്കി. ഈ കുറെ കൊല്ലായി നിങ്ങൾ കച്ചവടം? 10 കൊല്ലായി. അപ്പൊ രാവിലെ തുറന്നിട്ട് എത്ര മണിക്ക് കൂട്ടും? വൈകുന്നേരം 6. വെള്ളിയാഴ്ച നേരത്തെ പൂട്ടും അല്ലേ? വെള്ളിയാഴ്ച നേരത്തെ പൂട്ടും. ഇനി നാളെ തുറക്കുമല്ലോ? വൈകുന്നേരം തുറക്കുമല്ലേ? ഇല്ല. കല്യാണം എന്തിനാ കഴിക്കുന്നു? മയ്യപ്പ പെണ്ണ് കണ്ട് മതിയായി. പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ, 3 4 ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒന്നിനും ഉന്തി വിടുന്ന പരിപാടി ഇല്ലല്ലോ ഇപ്പൊ. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാ? നല്ലത് വരുന്ന നോക്കി വെക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പൊട്ടന് കഴിപ്പിച്ചു കൊടുക്കും. ഓൻ കഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും വേറെ വെള്ളം കൊടുത്തിട്ട് പോകുന്നത്. പക്ഷെ ബ്രോക്കർമാർക്ക് ഭയങ്കര പൈസ കിട്ടൂല. ചട്ടിയതും പൊട്ടിയതും വലിയ പൈസ കൊടുത്ത് കിട്ടിയിട്ട് എന്താ കാര്യം? വലിയ പൈസ കൊടുത്തിട്ട് ചട്ടിയതും പൊട്ടിയതെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മൾ നാളെ വെച്ചാൽ ഗൾഫുകാരനാണെങ്കിൽ കൂട്ടിയിട്ട് പോകും ചോദിക്കും. ഇല്ലെങ്കിൽ അവർക്കറിയാം നല്ല ഗൾഫല്ല. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നല്ല നല്ല ബിസിനസ്സുകാർ അല്ലെ വളപ്പിൽ കുറേ തിന്നാനുള്ളവന്, കുറേ സ്ഥാപനങ്ങൾ വാടക കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് വരുമാനമുള്ളവന്, അങ്ങനെ നോക്കിയിട്ടല്ലേ പിള്ളേർ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഉള്ള പിള്ളേരെന്ന് വെച്ചാൽ അടിച്ചുപൊളി ജീവിതം. ആരും നിയന്ത്രിക്കാനൊന്നും പറ്റൂല, ഫുൾ അടിച്ചുപൊളി. എന്നിട്ട് തോന്നിച്ചാവുക. എന്നിട്ട് ഒരു ദിവസം ഉണ്ടാവും മൊത്തം വിഷം കഴിച്ച് ചാത്തിട്ട്. ഇതാണ് ഇന്നത്തെ പരിപാടി. അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ 1.5 പൊളി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. ഓരോ സ്ഥലത്ത് പോയാലും ആലോചിച്ച് വെക്കുന്നത്, എന്തേ കഴിക്കുന്നില്ലേ കേട്ട് മടുത്ത്. ആരും കൊണ്ടെങ്കിൽ ഇവരെല്ലാം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും കൊണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കേട്ടോ. അല്ലാണ്ട് ഇപ്പം എന്താ പറയണ്ടേ, ചില ആൾ ചോദിക്കും നീ എന്താ പലയാൾക്ക് റെഡിയാക്കി കൊടുത്തത്, എനിക്കെന്താ പറയുന്നത്. ഈ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, കണിശൻ്റെ മക്കളെ ജാതകം നോക്കാൻ കഴിയില്ല. അതുപോലത്തെ അവസ്ഥയാണ്. അല്ലാണ്ട് എന്താ പറയുക, എൻ്റെ അറിവിൽ ഞാൻ കുറേ ആൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ സ്വാഹ ഗോവിന്ദ. കാരണം സ്വന്തം തന്നെ ഇപ്പോൾ നമുക്ക് നോക്കാൻ കഴിയും. അങ്ങനെ അതിന് ലൈനടി എന്നല്ലേ പറയാ? ലൈനടി പ്രേമിച്ച് കെട്ടിക്കൊണ്ടിരുത്തുന്നാ പറയാ. അല്ലാണ്ട് പെണ്ണ് കാണിച്ചു കൊടുക്കുന്ന ആളിനെ ഡയറക്റ്റ് പോയി പെണ്ണെ കണ്ട് കഴിക്കുക, അത് നടക്കാത്ത കാര്യമാണ്. അതിന് ലൈനടി എന്ന് പറയാം. ലൈനടിച്ച് കൂട്ടിക്കൊണ്ടുവരിക, എല്ലാം അറേഞ്ച് ആയിട്ട് കഴിക്കുക. ഓക്കെ, ശരി എന്നാൽ ബൈ. നമ്മൾക്ക് മാർക്കണോ?